ഹലോ. അപ്പം എല്ലാവരും എന്തെടുക്കാം? ഞാൻ തേന്നത്തെയും പോലെ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അവിടേക്ക് എങ്ങനെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. ഞാൻ പിന്നെ വേഗം അടുക്കളയിലേക്ക് വന്നു. അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചപ്പോൾ പുള്ളിക്കുന്ന പവർ കുറച്ച് കുറവുണ്ട്, വേഗം കത്തിയുണ്ട്. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ടു. അപ്പോൾ ഇന്ന് നമുക്ക് മീൻകറി ഉണ്ട്, ക്യാരറ്റ് തോരനും ഉണ്ടാക്കാം, മീനും വറക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ മെനു. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ വേഗം നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സബോള അരിഞ്ഞിട്ട് പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ സബോളയും ചെരിച്ചരിഞ്ഞു. കാന്താരി ഉണ്ടായിരുന്നു, കാന്താരി അരിഞ്ഞെടുക്കാനൊരു മടി. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പച്ചമുളക് വേഗം അങ്ങോട്ട് അരിഞ്ഞിട്ടു. അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ ചീഞ്ചട്ടി വെച്ചു, ഓയിലൊഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അപ്പം തന്നെ വേഗം ഈ ക്യാരറ്റും കൂടി ഇട്ട് വയ്ക്കില്ല. ഈ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോവേ. അപ്പോൾ അതും അങ്ങനെ വേഗം വെച്ചു. എന്നിട്ടാണ് ഞാൻ തേങ്ങ ചിരണ്ടാൻ പോയത് കേട്ടോ. കൂടെ തന്നെ ഇട്ടുള്ളന്നില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തേങ്ങ ചിരണ്ടിയൊക്കെ ഇട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു ഭൂരി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വന്നൊരു തോന്നലാണ് കേട്ടോ. അപ്പോൾ ഭൂരിക്കും വേഗം കുഴച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് വെന്തു. അത് വേവാൻ അധികം സമയമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുപ്പൊഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളിത് മീൻ വറക്കാൻ വേണ്ടി വെച്ചു. ഇത് സാധാരണ പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം തിരുമിയതല്ല, നമ്മൾ കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ കൂടിയിട്ട് അരച്ച് തേച്ചതാണ്. അടിപൊളി ടേസ്റ്റ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അത് വറക്കാൻ വേണ്ടി വെച്ചു. പിന്നെ സാധാരണ പോലെ തന്നെ നമ്മുടെ ഭൂരിക്ക് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും കുക്കറിൽ വെച്ചു. പിന്നെ വേഗം ഭൂരിയുടെ മാവെടുത്ത് കുഴച്ച് കുഞ്ഞുരുളകളാക്കി പരത്തിയെടുക്കുക. അപ്പം എല്ലാം ഒരുമിച്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിട്ടാണ് ചുട്ട് തുടങ്ങുമ്പോൾ കുഴയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേഗം അത് പരത്തിയെടുത്തു. പിന്നെ എൻ്റെ പൂരിക്ക് ഷേപ്പൊന്നും പ്രതീക്ഷിക്കരുത്, വലിയ ഷേപ്പൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിങ്ങനെ എന്താ പറയുക, ഫുള്ളായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എനിക്ക് ഭയങ്കരമാണ് കേട്ടോ. അപ്പം ഞാൻ എന്തിട്ട് ഈ പിറുപിറുന്ന് പറയണത് ആടണമെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അവന് പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് ചില്ലടിച്ചിട്ട് ഞാൻ ഭൂരി ചുട്ടെടുക്കുകയാണ്. ഞാനൊരു വൈബ് തള്ളയാണ്. അങ്ങനെ അത് ചുട്ടെടുത്തു. ചോറും കറികളൊക്കെ ആയി. ചേട്ടാ എന്നെ പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ മറക്കണ ഒരു കാര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനേ മറക്കണ്ട കേട്ടാ.